നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീയുടെ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര, അതായത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കാണിത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇവിടെ ന്യൂസ് പേപ്പർ ഇത് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച്, അതായത് ഒരു ദിവസത്തെ പത്രം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതാ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ന്യൂസ് പേപ്പർ ഇത്രയും വീതിയിലും നീളത്തിലും, അതായത് നീളം വരുന്നത് ആ ന്യൂസ് പേപ്പറിൻ്റെ ഒറ്റ നീളമാണ് നമ്മൾ എടുക്കുന്നത്. അത് കട്ട് ചെയ്യില്ല. അത് ചെറുതായിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് റോളാക്കി എടുക്കുക. ഈ ക്രാഫ്റ്റിൽ നമുക്ക് മെയിനായിട്ടും വരുന്നൊരു പണിയെന്ന് പറയുന്നത് ഈ ന്യൂസ് പേപ്പർ ഇതേപോലെ റോളാക്കി എടുക്കുന്നതാണ്. നമുക്ക് ഇതേ രീതിയിൽ റോളാക്കിയത് ഒരു 42 റോളുകളോളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത്, അതായത് നമ്മൾ ഈ റോൾ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം കുറച്ച് ഫെവിക്കോൾ തേച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലാതെ കംപ്ലീറ്റ് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കണം എന്നില്ല. ഈ ലാസ്റ്റത്തെ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ മതിയാവും. നമ്മൾ ഈ ന്യൂസ് പേപ്പർ റോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ റോൾ ചെയ്യുന്ന, അതായത് ഇത് ടൈറ്റ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ പലതും പല നീളത്തിലായി പോകും. അത് നിങ്ങൾ നോക്കണ്ട, കാരണം ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നീളം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, അതിനകത്ത് പ്രശ്നമില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള 42 റോളുകളോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ പേപ്പർ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ആ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതേ വീതിക്കുള്ള ഒരു പീസ് പേപ്പർ എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഈ റോളുകളെല്ലാം അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഫസ്റ്റ് നമ്മളൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അത് ഒട്ടിക്കുന്നത്. എല്ലാം ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ റോളുകളും തമ്മിൽ ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല. അതേപോലെ തന്നെ ഈ റോളിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പശയും തേച്ച് കൊടുക്കണം. അതായത് ആ റോളിൽ മേള് തൊട്ട് താഴെ വരെ നമ്മൾ പശ തേച്ച് കൊടുക്കണം. അങ്ങനെ വേണം ഓരോ റോളുകളും ഒട്ടിച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ 40 പീസുകളും ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലൊക്കെ ടേബിളിൽ വെക്കാനും അല്ലെങ്കിൽ എന്താ പറയുക, ഷെൽഫിൽ വെക്കാനും ഷോക്കേസിൽ വെക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഒത്തിരി വില കൊടുത്ത് വാങ്ങാറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് അത്രയും ഭംഗിയുള്ള സാധനങ്ങൾ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നിങ്ങളും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് വലിയ ചിലവൊന്നും വരത്തില്ല. പശയൊക്കെ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. പിന്നെ ന്യൂസ് പേപ്പർ എന്തായാലും പഴയതായി കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത് കാശ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ റോളുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ പോർഷനിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ അത് നേരെ ഒരു വര വരച്ച് ഒപ്പത്തിന് ലെവൽ ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ അടുത്ത സൈഡ് ഒന്ന് ചരിച്ച് വരയ്ക്കുക. അതായത് ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് ഒന്ന് ചരിച്ച് വരയ്ക്കുക. അത് ഈ കാണുന്ന പോലെ. അപ്പം നമ്മൾ താഴത്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലത്തെ പോർഷനും കൂടെ ഈ രീതിയിൽ കട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഈ റൗണ്ട് ഷേപ്പിന് അങ്ങനെ അളവൊന്നുമില്ല. ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കോമ്പസ് വെച്ചൊന്ന് വരച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത്, അതായത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ആ പേപ്പർ റോളിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഇത്രയും വരെ ആയപ്പോഴത്തേക്കും മനസ്സിലാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇതെന്താ ഐറ്റം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ റൗണ്ടിലെ കാർഡ്ബോർഡ് പീസ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ചിലപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കണം എന്നില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. ഒന്ന് പശയൊക്കെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഒട്ടിക്കോളും. അപ്പോൾ നമ്മളത് കറക്റ്റ് നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ചരിച്ച് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.
ഈ വർക്കുകളൊക്കെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ കറക്റ്റ് ഷേപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കളറിലെ പെയിൻറ്റ് അടിച്ചാൽ മതി. ഞാൻ ഇവിടെ വൈറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ന്യൂസ് പേപ്പറിൻ്റെ ആ എഴുത്തുകളൊക്കെ ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിലെ അക്രലിക് പെയിൻറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെയിൻ്റൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലെ ബീഡ്സാണ്. ഇത് ഞാൻ പണ്ട് ഡ്രസ്സിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് എനിക്കിപ്പോൾ ആവശ്യമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ അതെടുത്ത് ഇതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തുമാല ഒക്കെ ഉണ്ടല്ലോ, അതേതെങ്കിലും പൊട്ടിയതോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും മാലയുടെ മുത്തുകളോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഈ മുത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുത്തുകൾ ഒട്ടിക്കുമ്പോഴും നമ്മൾ ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന മുത്തുകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാം. അല്ലാതെ ഇതിനായിട്ട് ഇനി പൈസ മുടക്കി ഈ ബീഡ്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മുത്തുകളെല്ലാം ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇത്രയും ഇവിടെ ചെയ്തു വന്നപ്പോഴത്തേക്കും ഈ വൈറ്റിനകത്ത് ഈ ഗോൾഡൻ കളറിലെ മുത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് എന്തോ അതൊരു ഇഷ്ടക്കുറവ് തോന്നിയിട്ട് ഞാൻ ആ വൈറ്റിൻ്റെ പുറത്ത് നമ്മുടെ ബ്ലാക്ക് കളറിലെ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. എനിക്കത് കാഴ്ചയിൽ ഇച്ചിരി എന്തോ ഒരു ഭംഗിക്കുറവ് തോന്നിയതുകൊണ്ട് ഞാനതൊന്ന് മാറ്റി അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടത്, വൈറ്റ് തന്നെയാണോ അതോ ബ്ലാക്ക് ആണോ നല്ലതെന്നുള്ളത് നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫുള്ള് ബ്ലാക്ക് അടിച്ച് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഒരു 2 കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് ഞാൻ വൈറ്റിൽ തന്നെയാണ്, അതിനകത്ത് ഞാൻ മാറ്റിയൊന്നും അടിച്ചിട്ടില്ല. പുറമേ ഉള്ള പോർഷനിൽ മാത്രം ഞാൻ ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ സെല്ലോ ടേപ്പ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ടേപ്പാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഈ വർക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് അടിഭാഗത്തായിട്ട് ഞാൻ അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇതൊരു ഫ്ലവർ വേസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒട്ടിക്കുന്ന ഈ ടേപ്പിന് പകരം നിങ്ങൾക്ക് താഴെ വശത്തും വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബീഡ്സ് എന്തായാലും അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ആ ബ്ലൂ കളറിലെ ഇത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലവർ വേസ് ആകുമ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കൂടി അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സും കൂടി നമുക്ക് ഉണ്ടാക്കാം. ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ പക്ഷേ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതല്ല ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അതായത് ഇത് ഞാൻ ഇപ്പോൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കറിയാം ക്രേപ്പ് പേപ്പർ ഓൾറെഡി കുറച്ചൊന്ന് ചുരുങ്ങിയ രീതിയിലാണ് പേപ്പർ വരുന്നത്. എന്നിട്ട് ഞാൻ അത് ഒരു 3-4 പീസ് ഒന്നിച്ച് വെച്ചിട്ട് നമ്മുടെ ഇതൊരു ഈർക്കിലിയാണ്, ഈർക്കിലിയിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു രണ്ടറ്റവും ഉണ്ടല്ലോ, ആ 2 അറ്റവും കൂടെ ഒന്നിച്ച് ചേർത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമ്മൾ വിടർത്തിയെടുക്കുക. ഇതാ നമ്മുടെ ഇതളിൻ്റെ ആ മുകളിലെ പോർഷൻ ഒന്ന് നല്ലൊരു ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറുകളെല്ലാം നമ്മൾ ഇതേ രീതിയിൽ ഇതളുകളാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രേപ്പ് പേപ്പർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ കളർ പേപ്പർ നമുക്ക് ഇതേ രീതിയിൽ ചുരുക്കി ക്രേപ്പ് പേപ്പർ പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി വേണം. അപ്പോൾ ഇത് എനിക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചേട്ടന്മാർ ഇവിടെ പണി ചെയ്യാൻ വന്നപ്പോൾ അവരവിടെ വേസ്റ്റായിട്ട് മുറിച്ചിട്ട കമ്പിയാണ്. അപ്പോൾ ഞാനത്
എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്താണ് ഈ പൂക്കൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കമ്പിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സാധാരണ ഈർക്കിലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇതൊന്ന് ടൈ ചെയ്ത് എടുത്താൽ മതി. സത്യത്തിൽ ഈ കമ്പി നമ്മൾ പൂവൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല, ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളിത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഇതളുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് നൂലുപയോഗിച്ച് കെട്ടിയാണ് വെക്കുന്നത്. സാധാരണ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല് വെച്ച് തന്നെയാണ് ഞാനിതെല്ലാം കെട്ടിയെടുക്കുന്നത്. ഓരോ ഇതളുകളും വെച്ച ശേഷം നൂല് ചുറ്റി ചുറ്റി നൂലുകൊണ്ട് തന്നെ നമ്മളൊരു കെട്ടുപോലെ ഇട്ട് വയ്ക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ ഇതളുകളും ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എത്ര ഇതളുകൾ വെക്കുന്നോ അത്രയും പൂവിന് ഭംഗി ഉണ്ടാവും, പൂവിന് വലിപ്പവും കൂടുതൽ കിട്ടും. അപ്പോൾ പൂവ് ഇവിടെ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്, അതായത് ഇതിൻ്റെ ഇല ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്രീൻ കളറിലെ ക്രേപ്പ് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് നീളത്തിൽ ഫസ്റ്റ് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ നീളത്തിൽ കട്ട് ചെയ്ത പീസ് ഞാൻ ഇവിടെ നമ്മുടെ ആ ഫ്ലവറിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ചുറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് വീതിയൊന്നും വേണ്ട, കുറച്ച് വീതി കുറച്ചെടുക്കുക, നോർമൽ അതിനകത്തേക്ക് ചുറ്റി വയ്ക്കുക. ലാസ്റ്റ് നമ്മൾ നേരത്തെ പേപ്പർ റോൾ ചെയ്തപ്പോൾ പശ തേച്ച പോലെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പശയും കൂടെ തേച്ചാൽ മതി. ഫെവിക്കോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ചുറ്റി എടുക്കുക. അപ്പോൾ തണ്ടും പൂവും ഒക്കെ ഇവിടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇതേ ക്രേപ്പ് പേപ്പർ തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പെൻസിലോ വല്ലോ ഉപയോഗിച്ച് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കത്രിക വെച്ച് തന്നെ ഈ ഒരു ഷേപ്പിൽ അങ്ങ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 പേപ്പറാണ് വേണ്ടത്. ഒരു പേപ്പറിൽ നമ്മൾ ഇതേപോലെ പശ തേക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ നൂൽക്കമ്പിയാണ്. ഒരു കമ്പിക്ക് 1 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അത്രയും എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് ഈ ഇലയുടെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് പശ തേച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഈ കമ്പി വെക്കുക. അടുത്ത പേപ്പറും കൂടെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അടുത്ത പേപ്പർ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇതേ രീതിയിൽ പല കളറിലെ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇതളുകളാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ പൂ കിട്ടും. കുറച്ചധികം ഇതളുകൾ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള പൂക്കൾ കിട്ടും. ഇപ്പോൾ ഈ ഓറഞ്ച് ഫ്ലവേഴ്സിനൊക്കെ ഞാൻ കുറച്ചധികം ഇതളുകൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസിനകത്തേക്ക് ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇടുന്നില്ല. ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റെഡ് കളറിലെ റിബണും കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പൈസയൊന്നും മുടക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കും കൂടെയാണ് ാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്